ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ CSEB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, CSEB എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമോ, അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും CSEB എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ എല്ലാ പരീക്ഷകളും നമുക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈവൻ നമുക്ക് CSEBയുടെ തന്നെ ചോദ്യം ചോദിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇൻഡെപ്ത് സ്റ്റഡി നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മൾക്കറിയാം, നാഫെഡിനെ കുറിച്ച് നമ്മുടെ CSEB എക്സാമിന് എപ്പോഴും കോർപ്പറേഷൻ്റെ പാർട്ടിന് ചോദിക്കുന്ന ഒന്നാണ് നാഫെഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സ്ഥാപനം ഏതാന്നൊക്കെ ഉള്ളത്. നമുക്കറിയാം, നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒക്ടോബർ 2, 1958 ഗാന്ധി ജയന്തി ദിനത്തിലാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മൾ മുന്നേക്കെ പഠിച്ചത് അങ്ങനെയാണ്, നാഫെഡ് എന്താണെന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് ആഴത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് നോളേജ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ആവശ്യമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെമ്പർഷിപ്പ് ഓഫ് നാഫെഡ് എന്നാണ്. നമ്മൾ നാഫെഡിന്റെ മെമ്പർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് വൺ, നാഷണൽ ലെവൽ ഫെഡറേഷൻ, അതായത് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി, സ്റ്റേറ്റ് ലെവൽ ഓർ റീജിയണൽ ലെവൽ കമ്മോഡിറ്റി ഓർ ട്രൈബൽ ഫെഡറേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ നോക്കൂ. നമുക്കറിയാം, നാഫെഡ് നമ്മൾ പറഞ്ഞു, ഇത്രയും കാലം നമ്മൾ പഠിച്ചത് നാഫെഡുമായിട്ട് ബന്ധപ്പെട്ട് നാഫെഡ് എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അതുപോലെ തന്നെ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്, ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു നോഡൽ ഏജൻസിയാണ്, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരു നോഡൽ ഏജൻസിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം അറിയണം. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് നാഫെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പർഷിപ്പ് ഉള്ള സംഘങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദ്യം. നാഷണൽ ലെവൽ ഫെഡറേഷൻസ്, അതായത് കൺസ്യൂമർ മേഖലയിലുള്ള നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ഇതിൽ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സാണ്. സ്റ്റേറ്റ് ലെവൽ ഓർ റീജിയണൽ ലെവൽ കമ്മോഡിറ്റി ഓർ ട്രൈബൽ ഫെഡറേഷൻസ് മെമ്പേഴ്സാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 and 4 ഇത് 4 ഇതിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കേണ്ടത്. നമ്മളുടെ വെറും MCQ ക്വസ്റ്റ്യൻസ് പോലെയല്ല, കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് കണ്ടന്റിനെ കുറിച്ചൊരു അവയർനെസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ 45 ഡേ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ കണ്ടന്റും അത് MCQ ആയിട്ടും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ഒരു ലെവല് കൂട്ടി, അതായത് ലെവൽ 2, 3 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അതിൻ്റെ ലെവൽ കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്യൂർലി നമ്മൾ നമ്മുടെ ലൈവ് സെഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്